എല്ലാവർക്കും ബ്രെയിൻ ടെക് എജുവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വദേശ് മെഗാ ക്വിസിൻ്റെ UP തലം സബ് ജില്ല ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖാദിയെ സ്വാതന്ത്ര്യത്തിൻ്റെ അംഗവസ്ത്രം എന്ന് വിശേഷിപ്പിച്ചതാര്? ആൻസർ മഹാത്മാഗാന്ധി. എൻ്റെ ഗുരുനാഥൻ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ രവീന്ദ്രനാഥ ടാഗോറിനെ. വിജയമെങ്കിൽ വിജയവും മരണമെങ്കിൽ മരണവും ഭയവിഹീനമഖില ജനവുമാഗ്രച്ചിറങ്ങണം. ഏത് പ്രശസ്ത കവിതയിൽ നിന്നുള്ളതാണ് ഈ വരികൾ? വരിക വരിക സഹചരെ. എഴുതിയത് അംഷി നാരായണപിള്ള. ഗാന്ധിജി ഗോപാലകൃഷ്ണ ഗോഖലെയെ ആദ്യമായി കണ്ടുമുട്ടിയ വർഷം 1896. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആക്സിയം 4 ദൗത്യത്തിൻ്റെ ഭാഗമായി പോയ സുഭാംശു ശുക്ല അവിടെ എത്ര ദിവസം ചെലവഴിച്ചു? 18 ദിവസം. ലോകത്തിലെ ആദ്യത്തെ പരമ്പരാഗത വിജ്ഞാന ഡിജിറ്റൽ ലൈബ്രറി ആരംഭിച്ച രാജ്യം? ഇന്ത്യ. 2025 ജൂലൈ 12. 2025 പുരുഷ വിംബിൾട്ടൺ ജേതാവ് ആര്? ആൻസർ യാനിക് സിന്നർ, ഇറ്റലിക്കാരനാണ്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭക്തിഗാനമായ രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് സംഗീതം നൽകിയതാര്? വിഷ്ണു ദിഗംബർ പലോസ്കർ. 2024 OV വിജയൻ സ്മാരക ചെറുകഥാ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം സന്തോഷ് ഏച്ചിക്കാനം. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു? ആൻസർ ഖിലാഫത്ത് പ്രസ്ഥാനം. സ്വാതന്ത്ര്യ ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെൻറ് രൂപീകൃതമായത് എവിടെയായിരുന്നു? ആൻസർ സിംഗപ്പൂർ. ഏഷ്യാറ്റിക് ഗെയിംസിനെ ഏഷ്യൻ ഗെയിംസ് എന്ന് പുനർനാമകരണം ചെയ്തതാര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജി ജനിച്ച വീട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കീർത്തി മന്ദിർ. സ്വാതന്ത്ര്യ സമര സേനാനിയായ രാജാ രാമവർമ്മയുടെ മകളും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അടയാളപ്പെടുത്തപ്പെട്ട കേരളീയ വനിതയുമാണിവർ. ആരാണിവർ? കൗമുദി ടീച്ചർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മറക്കാനാവാത്ത ഒരിടമാണിത്. ഏതാണ് ഈ ചരിത്ര സ്മാരകം? ആഗാഖാൻ കൊട്ടാരം. കേരളത്തിലെ ഏത് സർവകലാശാലക്കാണ് ആദ്യമായി ഗ്രീൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്? കുസാറ്റ്. നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1964. 1928 ബർദോളിയിലെ നികുതി നിഷേധ സമരം നയിക്കാൻ ഗാന്ധിജി ആരെയാണ് ചുമതലപ്പെടുത്തിയത്? ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. 2025 സാഫ് അണ്ടർ 19 ഫുട്ബോൾ ജേതാക്കൾ ആര്? ആൻസർ ഇന്ത്യ. 20ാമത്തെ ക്വസ്റ്റ്യന്, 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൻ്റെ ആദ്യ സത്യാഗ്രഹിയായി ഗാന്ധിജി പ്രഖ്യാപിച്ചത് ആരെയാണ്? ആൻസർ വിനോബ ഭാവെ. അടുത്തത് ടൈം ബ്രേക്കർ ക്വസ്റ്റ്യൻസ്. ഗാന്ധിജിയുടെ ആദ്യ ജയിൽവാസം ഏത് വർഷമായിരുന്നു? 1908. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിഭാവനം ചെയ്തു തുടക്കം കുറിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1931 ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ നേതാവ് ആര്? കെ കേളപ്പൻ. സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഗവർണറായ വനിതയാര്? ആൻസർ സരോജിനി നായിഡു. 2023 ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ ടീമിലെ മലയാളി താരമാര്? ആൻസർ മിന്നുമണി. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ.